ഇടിയപ്പം പെപ്സി. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. അപ്പൊ നമ്മള് ലഡു ആണ് ലഡു ലഡു. അപ്പൊ ഞാൻ ചമ്മന്തിയും ലഡു ചമ്മന്തിയും ചോറും കഴിക്കാം. ചീസും എന്താ പറയാ റൈസും അങ്ങനെ പോരെ. അപ്പൊ അത് ഇത്രയും കളേഴ്സ് ഹൽവയാണുള്ളത്. അപ്പൊ ഇടയ്ക്ക് നമ്മൾ പറയില്ലേ അലുവയും പട്ടിക്കറി എന്ന് പറഞ്ഞ പോലെ പട്ടിക്കറി. ഇത് ഞാന് മയണൈസ് നമ്മുടെ മൈസൂർ പാക്കിലേക്കും സെറ്റേർഡ് കപ്പ് കേക്കിലുമാണ് ട്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോണത്. പിന്നെ നൂഡിൽസ് ആണ് 10 രൂപയുടെ പാക്കറ്റാണ്. അപ്പൊ സാമ്പാറും നൂഡിൽസും ആണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ സാമ്പാർ. ഹലോ, അപ്പൊ ഞാൻ ഇന്നൊരു വിയേർഡ് കോമ്പിനേഷൻ ചലഞ്ച് ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് കേട്ടോ ഓരോരോ ഫുഡ് കോമ്പിനേഷൻസ് ഓരോന്ന് ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പത്തിന്റെ കൂടെ സാധാരണ നമ്മൾ എന്താ കഴിക്കുക, തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കും, കടലക്കറി അങ്ങനെയൊക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഇതിന്റെ കൂടെ വിയേർഡ് ആയിട്ട് എന്താ എടുത്തേക്കുന്നതെന്ന് നോക്കിയാലോ. ഇവിടെ പോയി നമ്മൾ എടുത്തേക്കുന്നത് പെപ്സിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ കഴിച്ചു നോക്കിയാലോ ഇടിയപ്പം പെപ്സി. അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ. കഴിക്കാൻ തോന്നുന്നില്ല, കുറച്ച് ഒഴിക്കാൻ. അയ്യോ, കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ഒഴിക്കണത് നമ്മളിതേ പെപ്സിയും എന്താ പറയാ ഇടിയപ്പവും കൂടി ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇത് എങ്ങനെയാണ്. ഫുള്ളും ഞാൻ കഴിക്കുന്ന ഒന്നാണല്ലോ, കഴിച്ചോട്ടെ കേട്ടോ. എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല, പക്ഷെ മുഴുവൻ തിന്നാൻ പറ്റുന്ന അറിയില്ല. അയ്യോ, വലിയ ഇടിയപ്പോ. എന്തെങ്കിലുമൊക്കെ പറയടി, ചുമ്മാ കഴിച്ചോണ്ടിരിക്കല്ലേ. എന്താ പറയാ, ഈ കോമ്പിനേഷൻ വേണമെങ്കിൽ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കാട്ടാ. എനിക്ക് ആദ്യം കഴിച്ചപ്പോ ഇഷ്ടപ്പെട്ട്, രണ്ടാമത് അതിന്റെ 10 ദിവസം ഇതൊന്നും തോന്നണില്ല. എന്താ പറ. ഒന്നുമില്ല, മറ്റേ ഇത് ഇടിയപ്പവും പാലും കഴിക്കണ പോലെ തന്നെയല്ലേ? ഇടിയപ്പവും പാലിന് അത് നമുക്ക് സുഖമായിട്ട് കഴിക്കാം. ഇത് പറ്റണില്ല, ഇത് ഒരു ഇതല്ലേ, ഭയങ്കര മധുരവും മതിയായ സത്യത്തിൽ. കുറച്ച് പെപ്സി കുടിക്കാം, പറ്റണില്ല. ഇപ്പൊ ഈ പെപ്സി കുടിച്ചിട്ട് ഒരു ടേസ്റ്റും തോന്നുന്നില്ല. ഇങ്ങനെ കഴിച്ചിട്ട് ഈ ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് പെപ്സി വെറുക്കുന്ന തോന്നുന്നത്. ഇഷ്ടപ്പെടുന്നില്ല, മതിയാക്കിക്കോട്ടെ. ഇത് പറ്റ ഛർദിക്കാൻ വേണം. പറ്റുന്നില്ല. വാഷ് ബേസിലല്ലേ പുറത്തോട്ട്. എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ. ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം കഴിച്ചപ്പോഴത്തേക്കും കുഴപ്പമില്ല, പക്ഷെ കൊറേ പ്രാവശ്യം നമുക്ക് പറ്റില്ല കഴിക്കാനായിട്ട്. ഇപ്പൊ തന്നെ എനിക്ക് ഛർദി കാണണ്ട.
ഇപ്പൊ തന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റണില്ല. എനിക്കിത് ഫുള്ള് ചെയ്തിട്ട് എന്നോട് പറഞ്ഞത് ഇത് ചലഞ്ച് അല്ലേ, ഇപ്പൊ ഫുള്ള് കഴിക്കണം എന്നാ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറ്റണില്ല, ഞാൻ ഛർദിക്കണം, എനിക്ക് വേണ്ട. അപ്പൊ നിങ്ങൾ ആരും വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഇനി ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇനി ഒരു 10-11 മണിയാകുമ്പോ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പൊ ബ്രേക്ക് എടുക്കണേ. അപ്പൊ ഇത് രണ്ടാമതായി ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായി. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഈ ഒരു രക്ഷയില്ല കേട്ടോ. കഴിച്ചിട്ട് ഇനി പെപ്സിയെ കഴിക്കാത്ത പോലെ ഇപ്പി. അപ്പൊ ഇനി അടുത്തത് ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായി. അപ്പൊ വിശക്കാൻ തുടങ്ങി. അപ്പൊ നമ്മള് ലഡു ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ലഡു. അപ്പൊ ലഡുവിന്റെ ഒപ്പം എന്തായിരിക്കും വിയർഡ് കോമ്പിനേഷൻ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മൾ എടുത്തേക്കുന്നത് തേങ്ങ ചമ്മന്തിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? തേങ്ങ ചമ്മന്തിയും ലഡു ചമ്മന്തിയും ചോറും കൂടി കഴിക്കാൻ. അപ്പൊ നമുക്ക് ലഡു ഒന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. എനിക്ക് ഒന്നാമതേ ലഡു വലിയ ഇഷ്ടമൊന്നും അല്ലാട്ടോ. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ലഡുവും ചമ്മന്തിയും? ഇന്നത്തെ ദിവസം എന്റെ വയറൊക്കെ ആകെ കുഴപ്പമെന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യാം അല്ലെ. ചമ്മന്തി ലഡു ഒരേപോലെ തന്നെ എടുത്തേക്കണത് കേട്ടോ. കൊതിയൊക്കെ ആവുന്നുണ്ട്. കഴിക്കാൻ പോവാ. ഇത് ഫുള്ള് ഞാൻ കഴിക്കണോ? ഈശ്വര. എങ്ങനെയുണ്ട്? ആദ്യം കഴിക്കുമ്പോ എല്ലാം നന്നായിട്ട് തോന്നും. കുഴപ്പമില്ല. മധുരവും എരിവും കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഛർദിക്കാൻ വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല. വെച്ച് വന്ന് ഇത്തിരി കഴിച്ചോക്കി. അമ്മ ഇവിടെ വന്നേ. സ്പൂൺ എടുക്കും. നല്ല ടേസ്റ്റ് ഇല്ലേ? ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അച്ഛനും ഒത്തിരി കൊടുക്കുന്ന ലഡുവും ചമ്മന്തി കുഴപ്പമില്ല കേട്ടോ. ഇതിലിപ്പോ ആളായിട്ടുണ്ട്. എനിക്കിപ്പോ ഇല്ലാതെ ഇത് നല്ലതാട്ടോ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ. കഴിച്ചാ നല്ലതാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ലച്ചുവിന് ഇഷ്ടപ്പെട്ടോടോ എന്ന് പറഞ്ഞു. എല്ലാവരും തീർന്നു. ലഡു തീർന്നു. അപ്പൊ ഇതെന്തായാലും നന്നായിട്ടുണ്ട്. പക്ഷെ രാവിലത്തെ എനിക്ക് ഒട്ടും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ അതേ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോറിന്റെ കൂടെ എന്തായിരിക്കും വിയേർഡായിട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ ഉദ്ദേശിച്ചത് തെറ്റാണ്. ഞാൻ എടുത്തിരിക്കുന്നത് ഹെർഷീസ്. ഹെർഷീസ് ആണ്. കുറച്ച് ക്വാണ്ടിറ്റി ചോറാണ് കേട്ടോ ഞാൻ എടുത്തേക്കണ. ചോറ് അങ്ങനെ കുറച്ച് കഴിക്കാറില്ല. അപ്പൊ അതേ ന്യൂട്ടല്ല ഹെർഷീസ് നമ്മുടെ അടുത്ത് അതാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഹെർഷീസും എന്താ പറയാ റൈസും ഇത്ര പോരെ. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ എന്താ പറയാ മത്തടിച്ച് കിടക്കണായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഒന്നും കഴിക്കാന്ന്. ഇപ്പൊ എനിക്ക് പെപ്സി ഇടിയപ്പോ എന്നൊക്കെ പറഞ്ഞിട്ടല്ല ഇതങ്ങനെ വെച്ച് ഓക്കെ. ഇത് മിക്സ് ചെയ്ത് കഴിക്കാം. ലഡുവും ചമ്മന്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് അത് ഇങ്ങനെ മധുരത്തിനോടൊന്നും ഇങ്ങനെ വലിയ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റ്. ലച്ചുവിന് ഇനി വേണമെന്നാണ് ഇങ്ങനെ പറ്റില്ല. പോരെ കുട്ടികളെ. എന്തായാലും ഓരോ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ.
ഇത് കഴിച്ചതിന് ശേഷം നിങ്ങൾ വിചാരിക്കും ഞാനിത് ലഞ്ചൊക്കെ എന്റെ കഴിഞ്ഞു. അതല്ല കേട്ടോ, ഞാൻ നോർമൽ ലഞ്ച് കഴിക്കും. മീനും സാമ്പാറൊക്കെ ഉണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കും കേട്ടോ. ഇത് കഴിക്കാൻ പോണേ. ഒട്ടും എനിക്ക് ഹേർഷീസ് ഒന്നും ഇഷ്ടവുമല്ല. കഴിക്കട്ടെ? പറ്റുന്നില്ല, എനിക്കറിയില്ലടി. കുഴക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ്. ബ്രെഡ് ന്യൂട്ടല്ലേ പോലും ഞാൻ കഴിക്കാറില്ല. കഴിക്കാം. വെയിറ്റ്. ഇതിപ്പോ നിനക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പോയ പോലെയാണ്. കണ്ണടക്ക് മണമൊന്നും പറ്റണില്ല. ചവക്ക് കണ്ണടച്ച് ചവക്ക്. വായിലിട്ടിട്ടില്ല. വലിയ കുഴപ്പമില്ല. ഞാൻ കഴിച്ചോട്ടെ. ഇത് ബേസിക്കലി അരിയുടെ അപ്പം ഉണ്ടാക്കണത് പോലെയാണ്. ചോറ് വെച്ച് അപ്പം ഉണ്ടാക്കും. നല്ല ടേസ്റ്റ്. കുഴപ്പമില്ല കേട്ടോ. എന്താന്ന് വെച്ചാ ഈ ന്യൂട്ടലിലേക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് ഭയങ്കര അത്ര വിയേർഡായിട്ട് തോന്നൂല. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് സ്പൂണിടും. കഴിച്ചു നോക്കിയേ. അടിപൊളി എന്ന് പറയണേണ് കേട്ടോ ലച്ചൊക്കെ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ ഈ ന്യൂട്ടല്ല പിന്നെ ഹേർഷീസ് ഇതൊന്നും ബ്രെഡിൽ പോലും തേച്ച് കഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് വിയേർഡായിട്ട് ഇത് എടുക്കാൻ വെച്ചത്. കുഴപ്പമില്ല കേട്ടോ. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത്ര വിയേർഡായിട്ട് തോന്നുന്നില്ല. അടിപൊളിയാ. അടിപൊളി എന്നല്ല, വിയേർഡ് കോമ്പിനേഷനിൽ നമുക്ക് ഇങ്ങനെ കഴിക്കാം. അപ്പൊ ഇത് ഈ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ലഞ്ച് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഹേർഷീസും നമ്മുടെ ചോറും കൂടി കഴിച്ചില്ലേ, അത് അത്ര വിയേർഡായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മൾ അമ്പലത്തിലൊക്കെ പായസമൊക്കെ ചിലപ്പോ കിട്ടാറില്ലേ, അതിന്റെയൊക്കെ ഒരു ഇതായിട്ടാ തോന്നുന്നത്. അതുകൊണ്ട് അത്ര ഇത് വിയേർഡല്ല. ഇതിലെ പാച്ചോറ് എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ കട്ടപ്പായസമൊക്കെ, അതിന്റെയൊക്കെ ഒരു വേറൊരു ഫാമിലിപ്പെട്ട ഒരു പായസം പോലെ കേട്ടോ. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തേക്കുന്നത്, ഇനി അടുത്തതൊരു ഭക്ഷണമൊക്കെ കഴിച്ചതിന് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് ഒക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നൂല്ലോ. അപ്പൊ ഞാൻ എടുത്തേക്കണ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഗസ് ചെയ്യാൻ പറ്റുമോ? ഹൽവ. ഹൽവ നമ്മൾ ഹൽവ എന്നല്ലേ പറയും. അപ്പൊ അത് ഇത്രയും കളേഴ്സ് ഹൽവയാണുള്ളത്. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ എന്തായിരിക്കും ഞാൻ വിയേർഡായിട്ട് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റണുണ്ടോ? അതല്ല, വേറെ പറയും. അതൊന്നും അല്ല കേട്ടോ. അതാ ഞാൻ എടുത്തേക്കുന്നത്, മനസ്സിലാവുന്നുണ്ടോ? പീരിയിട്ട മീനാണ്, കൊഴുവ. അപ്പൊ ഇടയ്ക്ക് നമ്മൾ പറയില്ലേ അലുവയും മത്തിക്കറി എന്ന് പറഞ്ഞ പോലെ, മത്തിക്കറി ഇല്ല, നമുക്കിന്ന് അലുവയും പീര വെച്ചത്, അതും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഏത് കളർ എടുക്കും എന്നാണ് ഞാനിപ്പോ ആലോചിക്കുന്നത്. ഇതെടുത്താലോ? ആദ്യം ഇതെടുക്കാം. ഈ ഒരു ഗ്രീൻ കളർ എടുക്കാം, നല്ലൊരു കോമ്പിനേഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ഒരു റെഡോ, റെഡ് ഇവിടെ എല്ലാരും പറയണുണ്ട്. ലച്ചു ഏതാ എടുക്കേണ്ടത് പറയൂ. ഓറഞ്ച്. ഓറഞ്ച് എല്ലാം കുറച്ച് നമുക്ക് ഇത് ഒരു ആവശ്യത്തിനും കൂടി വേണം കേട്ടോ അലുവ. നമ്മള് വേറൊരു വീഡിയോ കൂടെ ചെയ്യാനുണ്ട്. ഓറഞ്ച് അല്ലേ? മതിയില്ലേ? ഇത് മിക്സ് ചെയ്ത് പൊതിഞ്ഞ് കഴിക്കണോ? എങ്ങനെയാണെങ്കിലും കഴിക്കാം. അങ്ങനെയുള്ളൂ. മുക്കിയ അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച്. ആദ്യം കുറച്ച് മീൻ എടുത്ത് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഹലുവ. പിടിച്ചോ. ഇതൊക്കെ കഴിയുമ്പത്തേക്കും ഞാൻ എന്താവും എന്തോ. ഇതാ സുഷിയൊക്കെ കഴിക്കണ പോലെ കഴിക്കാം. സുഷി ഇങ്ങനെയല്ലേ? ഓക്കെ, നിങ്ങൾക്ക് കൂടി തന്നേക്ക്.
കഴിക്കാം, എനിക്ക് ഛർദിക്കാനൊന്നും വരുന്നില്ല. ഈ നേരത്തെ കഴിച്ച എല്ലാത്തിന്റെയും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എത്രത്തോളം? നേരത്തെ വെച്ചിട്ട് എനിക്കിപ്പൊ കഴിച്ചാല് ഏറ്റവും എനിക്ക് വീട് ഓർക്കുമ്പോ തന്നെ വന്നത് പെപ്സി ഇടിയപ്പോ. എനിക്ക് പറ്റണേ ഇല്ല. ഈ പെപ്സി ഞാൻ ഈ അടുത്ത് കുടിക്കുമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇതെനിക്ക് അങ്ങനെ തോന്നണില്ല കേട്ടോ. മധുരവും എരിവും കൂടി വരുമ്പോഴാണ് തോന്നുന്നു നല്ലത്. ആ ചമ്മന്തിയിൽ ലഡും കുഴപ്പമുണ്ടായില്ല. അപ്പൊ ഇതൊരു ഗ്രീൻ പച്ചമുളകിന്റെ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കഴിച്ചോളാം. കഴിക്കാം. ഇനി അടുത്ത് ഞാൻ 2 ഐറ്റംസ് എടുത്തിട്ടുണ്ട്. ഒരെണ്ണം മൈസൂർ പാക്കും ഒരെണ്ണം കപ്പ് കേക്കും ആണ്. അപ്പൊ ഇതില് ഞാൻ ഏത് വിയേർഡ് കോമ്പിനേഷൻസ് ആയിരിക്കും ആഡ് ചെയ്യാൻ പോണെന്ന് നിങ്ങൾക്ക് വല്ല ഊഹവും ഉണ്ടോ? അപ്പൊ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇതാ മൈനൈസും ഉണ്ട്, നമ്മുടെ കേർഡ് ഉണ്ട്, സെറ്റ് കേർഡ്. അപ്പൊ ഇത് ഞാന് മൈനൈസ് നമ്മുടെ മൈസൂർ പാക്കിലേക്കും സെറ്റ് കേർഡ് കപ്പ് കേക്കിലുമാണ് ഇട്ട് ട്രൈ ചെയ്ത് കഴിക്കാൻ വേണ്ടി പോണത്. എന്തായാലും ഇന്ന് ഫുൾ വിയേർഡാ. ഇതായിരുന്നോ നിങ്ങൾ ഉദ്ദേശിച്ചതോ കപ്പ് കേക്കിലേക്ക് ഇത് ഒഴിക്കാനോ അങ്ങനെയാണോ? കമന്റ് ചെയ്യണേ. അപ്പൊ നല്ല മൈനൈസാ. എനിക്ക് മൈസൂർ പാക്ക് ഭയങ്കര ഇഷ്ടട്ടോ. എന്താ അല്ല, നമ്മള് ഒരു ചലഞ്ച് ആവുമ്പോ ആദ്യം ഇത്തിരി ഇതൊന്നും നല്ല ഇതെല്ലായിടത്തും ആയിട്ടുണ്ട്. ഒറ്റ കടി പഠിക്കാൻ പോവാ. ആർക്കെങ്കിലും കൊതി വരുന്നുണ്ട് പറയിട്ടോ നിങ്ങള്, കൊതി വരുന്നുണ്ടാന്നുള്ളത്. ഡോക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ഒട്ടും പോരാ. ഇതെനിക്ക് പറ്റണില്ല. ഇറക്കണ്ട, ഇറക്കിയ പറ്റണില്ല കേട്ടോ. നമ്മുടെ ലഡു മീൻ പോലും കുഴപ്പമുണ്ടായില്ല. അച്ഛന് ട്രൈ ചെയ്യണോ? കുത്തിക്കളഞ്ഞ വേണ്ടേ? അവൾക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കപ്പ് കേക്കും എനിക്കൊന്ന് കപ്പ് കേക്കും മൈനൈസും ചിലപ്പോ നല്ലതായിരിക്കും അല്ലേ? ഞാനിതൊന്നും ഇങ്ങനെ തുറന്നു വെക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോ ഞാൻ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് മുഴുവനും കഴിച്ചു പോയാലേ. കേർഡ് നല്ല ഡെക്കറേഷൻ ആയില്ല. ഇങ്ങനെയൊക്കെ കൊടുക്കണം ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോ. ഇതൊക്കെ കണ്ടിട്ട് ഒരു ക്രീം പോലില്ലേ, വൈറ്റ് ക്രീം. ഇത് അത്രക്ക് മോശമൊന്നും ആണോ? നമുക്ക് നോക്കാം. നീ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ ഇടക്ക് ഉണ്ടാക്കി തരാം. അയ്യോ, ഉപ്പ് വേണോ? വേണ്ട. അപ്പം ട്രൈ ചെയ്യാൻ വേണ്ടി പോവാ. റെഡി? 1 2 3. പറ്റില്ല. വായിലിടുമ്പോ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവും. അപ്പൊ എനിക്ക് ഒട്ടത് കഴിക്കാൻ പറ്റില്ല. അപ്പൊ തുപ്പിക്കളഞ്ഞ്. ഒന്നാമത് രാവിലെ ആ പെപ്സി ഇടിയപ്പം കഴിച്ചപ്പോ തൊട്ട് വയറിനൊരു ഗുളുഗുളാന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലച്ചു കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ലച്ചുവിന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കപ്പ് കേക്കും മയനൈസും കൂടെ ഒന്ന് കഴിച്ചു നോക്കണമെന്നുണ്ട്. അപ്പൊ അതെന്തായാലും നമുക്ക് സാധിച്ചു കൊടുക്കാം. അപ്പൊ എനിക്കിനി ഒരു പരീക്ഷണത്തിൽ ഇപ്പൊ മുതിരാനുള്ള ശേഷിയില്ല. ലച്ചു വരും. നീ കഴിച്ചോക്ക്. നീ കഴിക്കടാ.
നല്ലതാണ്. വേണം, കൊച്ചിന് അതും കൂടി വേണമെന്നുണ്ട്. ഇനി ഞാന് എന്താ പറയാ, ഇനി ഡിന്നറാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ഞാൻ എനിക്കിനി ലാസ്റ്റ് ഒരു കോമ്പിനേഷനും കൂടി ഉള്ളൂ. അത് ഡിന്നറായിട്ട് എടുക്കാന്ന് വെച്ചിട്ടുണ്ടായി. അതെല്ലാരും മസ്റ്റായിട്ട് കാണണം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു വിയേർഡ് കോമ്പിനേഷനാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ ഡിന്നർ സമയമാകുമ്പോഴത്തേക്കും വരാം. കുറച്ച് ബുക്കൊക്കെ കവർ ചെയ്ത് വെക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ട്. 8:15 ആവാറായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വിയേർഡ് ചലഞ്ചിലെ ലാസ്റ്റത്തെ ഐറ്റം ആണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നേക്കണത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പിയുടെ നൂഡിൽസ് ആണ്. 10 രൂപയുടെ പാക്കറ്റാണ് കേട്ടോ അതാ. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും ഞാൻ കോമ്പിനേഷൻ ആയിട്ട് ഇപ്പൊ കൊണ്ടുവരാൻ പോണത്? എന്തെങ്കിലും വല്ല ഗസ് ഉണ്ടോ? ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇത് ഗസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. സാമ്പാർ. നമ്മുടെ സാമ്പാറും നൂഡിൽസും ആണ് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പൊ സാമ്പാർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പപ്പടം കൂടി വെക്കാം. അപ്പൊ ഒരു പപ്പടം കൂടി വെച്ചിട്ടാണ് കേട്ടോ കഴിക്കണത്. സാമ്പാർ പപ്പടം നൂഡിൽസ് ഇങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? നമുക്കൊന്ന് പപ്പടം ഇങ്ങനെ ഒന്ന് ഇതാക്കാം. സാമ്പാറൊക്കെ ഒഴിക്കാം. ഇന്നത്തെ ദിവസം ഫുള്ള് വയറ് നിറഞ്ഞിരിക്കണ പോലെ ഇരുന്നു കേട്ടോ എനിക്ക്. ഓക്കെ, കാണാൻ പറ്റണുണ്ടോ സാമ്പാറൊക്കെ? ഇതിലേക്ക് ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പോ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഒരു കൊറിയൻ റാമൻ പോലെ കഴിക്കാൻ വേണ്ടി പോണ ഒരു ഫീലിംഗ് ആണ്. ഇനിയിപ്പോ ഇത് എന്താന്ന് നോക്കാം, എങ്ങനെ ഉണ്ടാവും നോക്കാൻ അറിയില്ല. ഇതിപ്പോ നല്ലതാണെങ്കിൽ ലച്ചുവിന് എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ ഇത് കൊടുക്കാം. ഓക്കെ, ട്രൈ ചെയ്യട്ടെ. കിട്ടും എനിക്കിങ്ങനെ. നല്ലതങ്ങനെ എനിക്കങ്ങനെ ഒരു ഫീലിംഗ് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ഒരു പപ്പടം കൂടി ഇടാനാണ്. പക്ഷെ വയറ് നിറയണോണ്ടാണ്, നിറഞ്ഞിരിക്കണോണ്ടാണ് ഞാനിപ്പത്തെ നൂഡിൽസ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങളിത് ശരിക്കും ഒന്നത് മസ്റ്റ് ആയിട്ട് വീട്ടില് സാമ്പാറൊക്കെ വെക്കുമ്പോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ, ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നു. അതുപോലെ എനിക്ക് ഈ വീഡിയോ ഇപ്പൊ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ പലതും വിയേർഡായിട്ടെന്ന് ഇങ്ങനെ വിചാരിക്കണത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിലതൊന്നും എനിക്ക് തോന്നിയില്ല. ഇന്ന് കഴിച്ചതൊന്നും എനിക്ക് ആകെ തോന്നിയത് പെപ്സിയും ഇടിയപ്പവും. അത് മാത്രം എനിക്ക് അങ്ങനെ പറ്റാതെ. പക്ഷെ ലഡുവും ചമ്മന്തിയും ഒക്കെ നമ്മള് തോന്നണതാണ് അത് ഇത് വിയേർഡാണെന്ന്. പക്ഷെ കഴിച്ചു നോക്കുമ്പോ ഫുഡല്ലേ, ചിലപ്പോ നമുക്ക് അങ്ങനത്തെ കോമ്പിനേഷൻ വെച്ച് കഴിക്കുമ്പോ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. സാമ്പാർ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ നമ്മ തരട്ടെ പപ്പടം ഇട്ടിട്ട്. വാടി എന്നാ ഇവിടെ വാ കഴിക്കൂ. ഞാൻ ഇനി അടുത്ത ഏത് വിയേർഡ് കോമ്പിനേഷനാണ് ട്രൈ ചെയ്യുന്നത് നിങ്ങൾ കമന്റ് ചെയ്യൂ. പിന്നെ ഈ വീഡിയോയ്ക്ക് 50,000 വ്യൂസ് കിട്ടണമെങ്കിൽ കമന്റിൽ നിന്നും ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിസാരം ബൈ രാഖി.